ഹായ് മക്കളെ, അമീൻസ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അമീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അമീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ പഠിക്കാനുള്ള ആളുകളെ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എഴുതിക്കോ. ഒന്നാമനാണ് ബേസിസിറ്റി, പെട്ടെന്ന് എഴുതിക്കോ. 2 അസൈലേഷൻ, 3 കാർബൈലമീൻ റിയാക്ഷൻ, 4 റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്, 5 റിയാക്ഷൻ വിത്ത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്, 6 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. വീഡിയോ പോസ് ചെയ്യുക. പഠിക്കാനുള്ള എല്ലാ ആളുകളെയും ഒന്ന് ലിസ്റ്റ് ചെയ്യുക. NCERT-യിൽ ഇതിന്റെ ഇടയിൽ ഒരു ആൽക്കൈലേഷൻ കൂടി പറയുന്നുണ്ട്. അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അമോണോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതേ സാധനം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ഒരേ സാധനം 2 വട്ടം പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെ മെല്ലെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല. അതെല്ലാം അമോണോളിസിസിൽ നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ്. ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ലിസ്റ്റ് ചെയ്തേ. ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോവാം. ഒന്നാമനെടുത്തെഴുത് ബേസിസിറ്റി. എടാ, NH3 എന്ന് പറയുന്ന ആളെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. NH3 എന്ന് പറയുന്ന ആള് ഇപ്പൊ നിങ്ങൾ ബോർഡിൽ കാണുന്നതിലേക്ക് നോക്കണ്ട. ഈ NH3 ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും NH3 ബേസ് ആണ്. കാരണം അതിലൊരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് NH3 എന്ന് പറയുന്ന ആള് ബേസ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണോ NH3 ബേസ് ആയത്, അതേ കാരണം കൊണ്ട് ആരും ബേസ് തന്നെയാണ്. പറ, അമീൻസും ബേസ് തന്നെയാണ്. RNH2 ആണല്ലോ അമീൻ, അതിലും ഉണ്ടടാ ലോൺ പെയർ. അപ്പൊ RNH2 ബേസ് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അമോണിയ ബേസ് ആയത്? ഡ്യൂ ടു പ്രസൻസ് ഓഫ് ലോൺ പെയർ. Due to the same reason, amines also bases. പഠിച്ചല്ലോ, amines are bases due to presence of lone pair. Lone pairന്റെ presence ഉള്ളത് കൊണ്ടാണ് amines base ആയത്. ഇനി ഞാൻ പറയട്ടെ, ഓർഡർ ഓഫ് ബേസിസിറ്റി. amines ആണ് അമോണിയേക്കാൾ നല്ല ബേസ്. ഓക്കെ, എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അമോണിയേക്കാൾ നല്ല ബേസ് amines ആണ്. എന്നാൽ അനിലിൻ ഉണ്ടല്ലോ, അനിലിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിലേക്ക് NH2 അറ്റാച്ച് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ ബേസിസിറ്റി അമീനിനേക്കാൾ കുറച്ച് കുറവാണ്. അതെന്താ കാര്യം? ഞാൻ കാണിച്ചു തരാം. എടാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത. ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ശരിയല്ലടാ, ഇലക്ട്രോണിന് ഇങ്ങനെ കൊടുക്കുന്ന ആളാണ്. അങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ ആൽക്കൈൽ ഗ്രൂപ്പുകൾ കൂട്ടും. ഇലക്ട്രോൺ ഇങ്ങനെ കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺ ഇങ്ങനെ കൊടുക്കുമ്പോൾ നൈട്രജന്റെ തലന്റെ മുകളിൽ ഓൾറെഡി 2 ഇലക്ട്രോണുകൾ ഉണ്ട്. ആ ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി കൂട്ടും. അങ്ങനെ കൂട്ടാനൊന്നും അമോണിയയുടെ കയ്യിൽ ആരും ഇല്ല. അപ്പൊ കൂടുതൽ ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അമീൻസിലാണ്. അതുകൊണ്ടാണ് അമീൻസ് അമോണിയേക്കാൾ നല്ല ബേസ് ആയി മാറിയത്. എന്നാൽ അനിലിന്റെ വിശേഷം നോക്കിക്കേ. അനിലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് റെസൊണൻസ് വഴി ഇതിലൂടെ കറങ്ങാൻ പോകും. ശരിയല്ലേ? ആ ബെൻസീൻ റിംഗിലേക്ക് മൊത്തം ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന് ഇങ്ങനെ കറങ്ങാൻ പോവാം. അതുകൊണ്ട് തന്നെ ആ നൈട്രജന്റെ മുകളിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അവിടെ അവൈലബിൾ ആണോ അൺഅവൈലബിൾ ആണോ? അൺഅവൈലബിൾ ആണ്, ഡ്യൂ ടു റെസൊണൻസ്. അപ്പൊ അവിടെ നൈട്രജന്റെ മുകളിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണോ കുറവാണോ? കുറവാണ്, ഡ്യൂ ടു റെസൊണൻസ്. അമോണിയയുടെ നൈട്രജന്റെ മുകളിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി പോലും ഇല്ല അനിലിനിൽ. അതുകൊണ്ട് തന്നെ അനിലിൻ എന്ന ആളുടെ ബേസിസിറ്റി കുറച്ചുകൂടെ കുറവായിരിക്കും. അതുകൊണ്ട് ഓർഡർ ഓഫ് ബേസിസിറ്റി എല്ലാവരും ഒന്ന് വൃത്തിക്ക് എഴുതി വെച്ചോ. ഓർഡർ ഓഫ് ബേസിസിറ്റി ഒന്ന് എഴുതി വെച്ചോ. അമീൻസിനാണ് ഏറ്റവും കൂടുതൽ, പിന്നെ അമോണിയ, പിന്നെ അനിലിൻ. അടുത്തയിലേക്ക് പോകാം. എടാ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബേസിസിറ്റി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബേസിസിറ്റി. വെരി ഇമ്പോർട്ടന്റ്. ഒന്നാമത്തെ ഫാക്ടർ എഴുതിക്കോ, പ്ലസ് ഐ എഫക്റ്റ്. ഒന്നാമത്തെ ഫാക്ടർ ഏതാടാ? പ്ലസ് ഐ എഫക്റ്റ്. അപ്പൊ പ്ലസ് ഐ എഫക്റ്റ് ബേസിസിറ്റിയെ ബാധിക്കുന്ന ഒരു ഫാക്ടർ ആണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. എങ്ങനെയാണ് ബേസിസിറ്റിയെ ബാധിക്കുക എന്ന് കേട്ടോട്ടാ. ബേസിസിറ്റിയെ പ്ലസ് ഐ എഫക്റ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഒരാൾക്ക് പ്ലസ് ഐ എഫക്റ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബേസിസിറ്റിയും കൂടുതലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ടാമത്തെ ഫാക്ടറാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. രണ്ടാമത്തെ ഫാക്ടറാണ്, ഇത് നിങ്ങൾ എഴുതണ്ട, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് ഇതിൽ വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് ഡിസ്കസ് ചെയ്യടാ. എടാ, പ്രൈമറി അമീനും ഉണ്ട്, സെക്കൻഡറി അമീനും ഉണ്ട്, ടെർഷ്യറി അമീനും ഉണ്ട്. നിങ്ങൾ പറ, പ്രൈമറി അമീനിനാണോ സെക്കൻഡറി അമീനിനാണോ ടെർഷ്യറി അമീനിനാണോ പ്ലസ് ഐ എഫക്റ്റ് കൂടുതൽ? പ്ലസ് ഐ എഫക്റ്റ്. പ്ലസ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കൊടുക്കുക എന്നാണ് കേട്ടോ. ഇലക്ട്രോണിനെ കൊടുക്കുക. പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമല്ലടാ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളൂ. സെക്കൻഡറി അമീൻ എന്ന് പറഞ്ഞാലോ 2 ഭാഗത്തുനിന്നും ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്.
ടെർഷ്യറി അമീൻ എന്ന് പറഞ്ഞാലോ 3 ഭാഗത്ത് നിന്നും ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പുകളെല്ലാം ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിനെ കൊടുക്കുന്നത് എവിടെയാണ്? ടെർഷ്യറി അമീനിലാണ്. ശരിയല്ലേ? 3 ഭാഗത്ത് നിന്ന് ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പൊ പ്ലസ് എ എഫക്റ്റിന്റെ ഓർഡർ ചോദിച്ചാൽ ടെർഷ്യറിക്കാണ് ഏറ്റവും കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിക്കണേ, പ്ലസ് ഐ എഫക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ ബേസിസിറ്റി. അതുകൊണ്ട് തന്നെ ബേസിസിറ്റിയുടെ ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് എന്ന് പറയേണ്ടി വരും. ആർക്കാണ് എന്നല്ലട്ടോ ഞാൻ പറയണേ, ഈ തിയറി പ്രകാരം ആർക്കാണെന്ന് പറയേണ്ടി വരും? ടെർഷ്യറിക്കാണ് എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? കാര്യം എന്താ? ടെർഷ്യറിയിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഇങ്ങനെ കിട്ടുന്നത്. 3 ഭാഗത്തുനിന്നും ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇലക്ട്രോണിനെ വാരിക്കോരി കൊടുക്കുകയാണ്. അപ്പൊ ഇലക്ട്രോൺ ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് ടെർഷ്യറിയിൽ പ്ലസ് ഐ എഫക്റ്റ് മാക്സിമം ആണ്. പ്ലസ് ഐ എഫക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ ബേസിസിറ്റി. അപ്പൊ ബേസിസിറ്റിയും അവിടെ കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. ഇനി അതവിടെ നിന്നോട്ടെ, ചർച്ച ഞാൻ പിന്നീട് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നോക്ക്, രണ്ടാമത്തെ എഫക്റ്റ് നോക്ക്, സ്റ്റെറിക് എഫക്റ്റ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബേസിസിറ്റി, ബേസിസിറ്റിയെ ബാധിക്കുന്ന രണ്ടാമനാണ് സ്റ്റെറിക് എഫക്റ്റ്. എടാ, സ്റ്റെറിക് എഫക്റ്റ് ആവുമ്പോ എന്താ ഡിഫറൻസ് എന്നറിയോ? സ്റ്റെറിക് എഫക്റ്റും കേട്ടോട്ടാ, സ്റ്റെറിക് എഫക്റ്റും ബേസിസിറ്റിയും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബേസിസിറ്റിയും തമ്മിലുള്ള ബന്ധം പറ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്റ്റെറിക് എഫക്റ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബേസിസിറ്റി ആണ്, അല്ലെങ്കിൽ ബേസിസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെറിക് എഫക്റ്റ് ആണ്. സ്റ്റെറിക് എഫക്റ്റ് കൂടിയാൽ ബേസിസിറ്റി കുറയും. ഹലോ, സ്റ്റെറിക് എഫക്റ്റ് കൂടിയാൽ ബേസിസിറ്റി കുറയും. എടാ, സ്റ്റെറിക് എഫക്റ്റ് ആർക്കാ കൂടുക? പ്രൈമറി അമീൻ ഉണ്ട്, സെക്കൻഡറി അമീൻ ഉണ്ട്, ടെർഷ്യറി അമീൻ ഉണ്ട്. എവിടെ ആയിരിക്കും സ്റ്റെറിക് എഫക്റ്റ് കൂടുക? എന്താ സ്റ്റെറിക് എഫക്റ്റ് എന്ന് നിങ്ങൾക്കറിയാം. തിക്കും തിരക്കും, ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ ബൾക്കിനെസ് കാരണം, ആ ബൾക്കിനെസ് കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു റിപ്പൾഷൻ ആണ് സ്റ്റെറിക് എഫക്റ്റ്. വലിയ വലിയ ഗ്രൂപ്പുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിക്കും തിരക്കുമാണല്ലോ സ്റ്റെറിക് എഫക്റ്റ്. പ്രൈമറിയിലാണോ, സെക്കൻഡറിയിലാണോ, ടെർഷ്യറിയിലാണോ ഈ ബൾക്കിനെസ് കൂടുതലുള്ളത്? ടെർഷ്യറി അല്ലേ? അവിടെയല്ലേ സ്റ്റെറിക് എഫക്റ്റ് കൂടുതൽ. അവിടെ 3 ഭാഗത്തുനിന്നും ആൽക്കൈൽ ഗ്രൂപ്പുകൾ, വലിയ വലിയ ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ ഒരേ നൈട്രജനിൽ അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ സ്റ്റെറിക് എഫക്റ്റ് കൂടുതൽ ഉണ്ടാവുക ആർക്കാണ് പറ? ടെർഷ്യറിക്കാണ്. അപ്പൊ സ്റ്റെറിക് എഫക്റ്റിന്റെ ഓർഡറും ഇങ്ങനെ തന്നെയാണ്. സ്റ്റെറിക് എഫക്റ്റിന്റെ ഓർഡറും എങ്ങനെ തന്നെയാണ് പറ? സ്റ്റെറിക് എഫക്റ്റ് പ്രൈമറിക്ക് ഏറ്റവും കുറവ്, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷ്യറി. പൊന്നുമോനെ, സ്റ്റെറിക് എഫക്റ്റ് കൂടിയാല് ബേസിസിറ്റി എന്താ ചെയ്യുക? കുറയല്ലേ ചെയ്യുക. അപ്പൊ അത് പ്രകാരം, രണ്ടാമത്തെ ഫാക്ടർ പ്രകാരം സ്റ്റെറിക് എഫക്റ്റ് ഏറ്റവും കൂടുതലുള്ള ടെർഷ്യറിക്ക് ബേസിസിറ്റി ഏറ്റവും കുറവാണ് എന്ന് പറയേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? സ്റ്റെറിക് എഫക്റ്റ്. സ്റ്റെറിക് എഫക്റ്റും ബേസിസിറ്റിയും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ നല്ല ബേസ് ആണെങ്കിൽ സ്റ്റെറിക് എഫക്റ്റ് കുറയണം. സ്റ്റെറിക് എഫക്റ്റ് ആയിരിക്കാ കുറവ്? പ്രൈമറിക്കല്ലേ കുറവ്. അപ്പൊ സ്റ്റെറിക് എഫക്റ്റ് എന്നുള്ള ഒരു ഫാക്ടറിനെ കൺസിഡർ ചെയ്യുമ്പോൾ പ്രൈമറി ആണോ ടെർഷ്യറി ആണോ നല്ല ബേസ് എന്ന് ചോദിച്ചാൽ പ്രൈമറി ആണ് നല്ല ബേസ് എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? ഇപ്പോഴും ഞാൻ ഓർഡർ അല്ല കേട്ടോ പറഞ്ഞേ, പറയേണ്ടി വരും എന്നുള്ള ഡയലോഗാ പറഞ്ഞേ. ഒന്നാമത്തെ ഫാക്ടറിനെ കൺസിഡർ ചെയ്യുമ്പോൾ, പ്ലസ് ഐ എഫക്റ്റ് എന്നുള്ള ഫാക്ടറിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ടെർഷ്യറി ആണ് നല്ല ബേസ് എന്ന് പറയേണ്ടി വരും. രണ്ടാമത്തെ ഫാക്ടറിനെ കൺസിഡർ ചെയ്യുമ്പോൾ പ്രൈമറി ആണ് നല്ല ബേസ് എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? അപ്പൊ ബേസിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടറുകൾ കോൺട്രായ് ആണ് എന്നാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത്. ബേസിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടറുകൾ, ഒന്ന് പ്ലസ് ഐ എഫക്റ്റ്, മറ്റൊന്ന് സ്റ്റെറിക് എഫക്റ്റ്. പ്ലസ് ഐ എഫക്റ്റ് കൂടുതലുള്ള ആൾക്ക് സ്റ്റെറിക് എഫക്റ്റും കൂടുതലാ. പ്ലസ് ഐ എഫക്റ്റ് കൂടുതലായിരിക്കും ടെർഷ്യറി, അയാൾക്ക് സ്റ്റെറിക് എഫക്റ്റും കൂടുതലാ. പ്ലസ് ഐ എഫക്റ്റ് കാരണം അയാൾക്ക് നല്ല ആസിഡ് ആണെന്ന് പറയുമ്പോൾ സ്റ്റെറിക് എഫക്റ്റ് കാരണം അയാൾ മോശം ആസിഡ് അല്ല ബേസ്. പ്ലസ് ഐ എഫക്റ്റ് കാരണം അയാൾ നല്ല ബേസ് ആണെന്ന് പറയുമ്പോൾ സ്റ്റെറിക് എഫക്റ്റ് കാരണം അയാൾ മോശം ബേസ് ആണ് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ശരിയല്ലേ? ഇനിയിപ്പോ ഇത് ആകെ മൊത്തം കലക്കി കുളിച്ച് നമുക്ക് ഇതിന്റെ ഒരു ഓർഡർ വേണമല്ലോ, അതാണ് ഇതിൽ കാണുന്നത്. അപ്പൊ ഓവറോൾ ഓർഡർ ഞാൻ പഠിപ്പിക്കാൻ പോവാണേ. ഓവറോൾ ഓർഡർ. എടാ മോനെ, എന്നോടൊന്ന് പറഞ്ഞേ, ഇതാരാണെന്ന് പറഞ്ഞേ. പ്രൈമറി അമീനാണോ, സെക്കൻഡറി അമീനാണോ, ടെർഷ്യറി അമീനാണോ? ഇത് പ്രൈമറി അമീനാണ്. ഇതാരാ? RNHR. ഇതാരടാ? സെക്കൻഡറി അമീൻ. RNRR. ഇതാരടാ? ടെർഷ്യറി അമീൻ. ഈ R എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആണല്ലോ. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മീതയിലാവാം, ഈതയിലാവാം, പ്രൊപ്പയിലാവാം, ബ്യൂട്ടയിലാവാം, ആരുമാവാം. കാർബൺ ആറ്റങ്ങളാണല്ലോ ഈ R. ആ R ഗ്രൂപ്പ് CH3 ആണെങ്കിൽ, ഹലോ, R ഗ്രൂപ്പ് പറ, CH3 ആണെങ്കിൽ ഒരു ഓർഡറും, CH2CH3 ആണെങ്കിൽ മറ്റൊരു ഓർഡറുമാണ്. CH2CH3 എന്ന് പറഞ്ഞാൽ ഈഥൈൽ ഗ്രൂപ്പാണ്. ഈഥൈൽ. CH3 എന്ന് പറഞ്ഞാൽ ഏതാടാ ഗ്രൂപ്പ്? മീതൈൽ ഗ്രൂപ്പാണ്. അപ്പൊ നോക്കുക,
പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീനുകൾ തമ്മിൽ ആരാണ് നല്ല ബേസ് എന്ന് ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ പോവാണ്. നേരത്തെ പറഞ്ഞ രണ്ട് ഫാക്ടറുകൾ കോൺട്രായി ആയ സ്ഥിതിക്ക് അതിൽ ഇനി എന്റെ ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എങ്ങനെയാണത് കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന R ഗ്രൂപ്പ് മീതയിലാണെങ്കിൽ ഒരു ഓർഡറാണ്, ഈതയിലാണെങ്കിൽ മറ്റൊരു ഓർഡറാണ്. ഞാൻ പഠിപ്പിച്ചു തരാം, ശരിക്കും ശ്രദ്ധിച്ചു കണ്ടോ. എന്താണ് മീതയിലാണെങ്കിലുള്ള ഓർഡർ, എന്താണ് ഈതയിലാണെങ്കിലുള്ള ഓർഡർ? ശ്രദ്ധിച്ചു നോക്കാം മോനെ. മീതയിലാണെങ്കിലുള്ള ഓർഡർ കേട്ടോട്ടാ. ഏറ്റവും കൂടുതൽ ബേസിസിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് സെക്കൻഡറിക്കാണ്. ബേസിസിറ്റി ഇതിന്റെ ഇടയിൽ ഇങ്ങനെ എവിടെയും പെടാതെ ഇങ്ങനെ നിന്നൊരു സെക്കൻഡറി ഉണ്ടല്ലോ, അയാളാണ് നല്ല ബേസ്. എന്താ കാര്യം? അയാൾക്ക് സ്റ്റെറിക് എഫക്റ്റും കൂടുതലില്ല, എന്നാ പ്ലസ് ഐ എഫക്റ്റ് അത്ര കുറവുമല്ല. നേരത്തെ പറഞ്ഞ രണ്ട് ഫാക്ടറുകൾ ഉണ്ടല്ലോ, സ്റ്റെറിക് എഫക്റ്റ് ഭയങ്കര കൂടുതലാണോ? അല്ല. പ്ലസ് എഫക്റ്റ് ഭയങ്കര കുറവാണോ? അല്ല. രണ്ടും മീഡിയൽ ലെവലിൽ വരുന്ന ആളാണ് സെക്കൻഡറി. അപ്പൊ രണ്ടും കൂടി അങ്ങോട്ട് കൂടിയപ്പോ സെക്കൻഡറിക്ക് ഏറ്റവും നല്ല ബേസിസിറ്റി കിട്ടി. അപ്പൊ ഏറ്റവും നല്ല ബേസ് ആരാടാ? സെക്കൻഡറി ആണ്. പിന്നെ ആരാണെന്ന് ചോദിച്ചാൽ പ്രൈമറി ആണ്. പിന്നെ ആരാണെന്ന് ചോദിച്ചാൽ ടെർഷ്യറി ആണ്. മരിച്ചാലും മറക്കരുത്, ബേസിസിറ്റിയുടെ ഓർഡർ പഠിക്ക്. സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, ടെർഷ്യറി. എപ്പോ ഈ NH2 NH-നോട് N-നോടൊക്കെ ലിങ്ക് ചെയ്ത് കിടക്കുന്ന R ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണെങ്കിൽ പറ, മീഥൈലാണെങ്കിൽ. അല്ലെങ്കിലോ ഈഥൈലാണെങ്കിൽ വേറെ ഓർഡറാ. ബാക്കിയാണെങ്കിലോ അതൊക്കെ പാടെ കാണാതെ പഠിക്കാനൊന്നും പറ്റൂല. ഈ രണ്ടെണ്ണം സിലബസിലുണ്ട്, ഇത് നീ പഠിച്ചേക്ക്. ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഈഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ പൊന്നു മോനെ ശ്രദ്ധിച്ചോട്ടോ, ബേസിസിറ്റിയുടെ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ബേസിസിറ്റി ഈസ് ഈക്വൽ ടു കേട്ടോളണേ, ഏറ്റവും കൂടുതൽ സെക്കൻഡറി തന്നെ അപ്പോഴും. പിന്നെ ആരാണ്? പ്രൈമറി, ടെർഷ്യറി എന്നുള്ളത് തിരിഞ്ഞു വരും. ടെർഷ്യറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നായി വരും. പഠിച്ചോ? സെക്കൻഡറി ആണ് ഏറ്റവും കൂടുതൽ എന്നതിൽ മാറ്റമൊന്നുമില്ല. മീതയിലാണെങ്കിൽ പ്രൈമറി പിന്നെ ടെർഷ്യറി, ഈതയിലാണെങ്കിൽ ടെർഷ്യറി പിന്നെ പ്രൈമറി. ചില കുട്ടികൾ പറയും, സാറേ ഇത് കൺഫ്യൂഷൻ ആവുമല്ലോ സാറേ, സെക്കൻഡറി ആണ് ആദ്യം എന്ന് ഞങ്ങളൊക്കെ ഓർത്തോളാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രൈമറി ആണോ ടെർഷ്യറി ആണോ എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂഷൻ ആവുമല്ലോ, അതിനെന്തേ വഴിയുണ്ടോ? പൊന്നുമോനെ ഞാൻ പറയണത് കേൾക്ക്. R ഗ്രൂപ്പ് മീതയിലാണെങ്കിൽ, മീതയിൽ എന്ന് പറഞ്ഞാൽ എത്ര കാർബണാടാ? മീതയിൽ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ അല്ലേ ഉള്ളൂ, ശരിയല്ലേ? മീതയിൽ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആണല്ലോ. എടാ, ഏറ്റവും കൂടുതൽ ബേസിസിറ്റി സെക്കൻഡറി ആണ് എന്നതിൽ ചർച്ച ഒന്നുമില്ല. അടുത്തതാര് എന്നതാണല്ലോ നമുക്ക് പ്രശ്നം. മീതയിലാണെങ്കിൽ ഒരു കാർബണാ, അപ്പൊ അടുത്തത് മീതയിൽ 1 പ്രൈമറി. മനസ്സിലായല്ലോ? കണക്ഷൻ മനസ്സിലായല്ലോ? ഏറ്റവും കൂടുതൽ ആയിരിക്കാം സെക്കൻഡറി, അത് ഉറപ്പിച്ചല്ലോ. നെക്സ്റ്റ് പ്രൈമറി ആണോ ടെർഷ്യറി ആണോ എന്നാണല്ലോ ഡൗട്ട്. ആൽക്കൈൽ ഗ്രൂപ്പ് നോക്കിയാൽ മതി. ആൽക്കൈൽ ഗ്രൂപ്പ് മീതയിലാണെങ്കിൽ, മീതയിൽ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ, അപ്പൊ 2 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 1 പിന്നെ ടെർഷ്യറി. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈഥൈൽ എന്നോർത്ത് വെച്ചാൽ അത് ഓർക്കാനുള്ള ഒരു വഴി കൂടിയായി. ഡീലാണല്ലോ. അടുത്തതിലേക്ക് നോക്കിക്കോ. ദ ബേസിസിറ്റിയെ ബാധിക്കുന്ന മറ്റൊരു വിഷയമാണ്, എഴുതി വെച്ചോ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസസ് ആൻഡ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡിക്രീസസ് ബേസിസിറ്റി. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതലാണ് നല്ലത്. എഴുതിക്കോ, വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെച്ചോ മോനെ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഇൻക്രീസസ്. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ ബേസിസിറ്റി കൂടുകയും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഡിക്രീസസ് ബേസിസിറ്റി. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണെങ്കിൽ ബേസിസിറ്റി കുറയുകയും ചെയ്യും എന്നതാണ് ഇനി പഠിക്കാനുള്ള കാര്യം. അത് വെച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പൊന്നുമോനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കേ. ക്വസ്റ്റ്യൻ, അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് ബേസിസിറ്റി. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് ബേസിസിറ്റി. എന്നിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് എല്ലാവരും ആൻസർ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്തേ. എന്നെ കാത്തു നിൽക്കണ്ട, എല്ലാവരും ആൻസർ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യ്. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആൻസർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊന്നുമോനെ കേൾക്കണേ, ഈ CH3 ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇലക്ട്രോണിന് ഇങ്ങനെ കൊടുക്കും, ശരിയല്ലേ? ഇവിടെ നോക്കിയേ, ആരുമില്ല, കൊടുക്കാനും വാങ്ങാനൊന്നും ആരുമില്ല. ക്ലോറിന്റെ പ്രത്യേകത, ഇലക്ട്രോണിന് ഇങ്ങനെ വാങ്ങും. ഇലക്ട്രോണിനെ വാങ്ങിക്കഴിഞ്ഞാൽ ബേസിസിറ്റി കുറയും. വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ബേസിസിറ്റി കുറയും, കൊടുത്തു കഴിഞ്ഞാൽ ബേസിസിറ്റി കൂടും. ആൻഡ് therefore the order of basicity first one greater than second one greater than tertiary. ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ റിയാക്ഷൻ ആണടാ അസൈലേഷൻ. ആരടാ രണ്ടാമത്തെ റിയാക്ഷൻ? അസൈലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഒന്നാമത്തെ റിയാക്ഷൻ ബേസിസിറ്റി, രണ്ടാമത്തത് അസൈലേഷൻ. ഞാൻ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതി വെച്ചോ. amines react with acid chloride. Amines react with acid chloride to give secondary amide. Amines react with acid chloride to give secondary amide.
എഴുതിയില്ലേ? ഇനി റിയാക്ഷൻ നോക്കിക്കേടാ, ഇതാരാ നോക്കിയേ, ഇത് പ്രൈമറി അമീനാണ്, ശരിയല്ലടാ? പ്രൈമറി അമീനാണ്. ഇതാരാ നോക്കിയേ, ആസിഡ് ക്ലോറൈഡ് ആണ്. ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡിനെ നമ്മൾ RC≡CL എന്നാണല്ലോ റെപ്രസെന്റ് ചെയ്യുക. അതേ സാധനത്തെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചെഴുതിയതാണെന്ന് കണ്ടാൽ മനസ്സിലാകും. അപ്പൊ എന്താ സംഭവിക്കുക? നാച്ചുറൽ ആയിട്ട് കോമൺ സെൻസ് പ്രകാരം നമുക്ക് ഇനി റിയാക്ഷൻസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പ്രായമായിട്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. NH2 ഒരു H ഉണ്ട്, RC≡OIL ഒരു Cl ഉണ്ട്. H ഉം Cl ഉം തമ്മിൽ കണ്ടാൽ അവരിങ്ങനെ ഇക്കാലം അത്രയും നോക്കി നോക്കി നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരൊന്നായിട്ട് ഇറങ്ങി പോകുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. HCl ഇറങ്ങി പോകുന്നു. ബാക്കി എന്തുണ്ട് നോക്കിയേ. RNH2 നിന്ന് ഒരു H പോയാൽ ബാക്കി എന്തുണ്ടടാ? RNH ഉണ്ട്. RNH, ശരിയല്ലേ? അത് നേരെ ഇവിടുന്ന് ഒരു H പോയി, ഇവിടുന്ന് ഒരു ക്ലോറിൻ പോയി, നേരെ എങ്ങോട്ട് ബോണ്ട് ഉണ്ടാക്കി? C≡OR. ഇതല്ലേടാ പ്രൊഡക്റ്റ്. ഈ കിട്ടിയ ആളെ നമ്മൾ വിളിച്ച പേരാണ് എന്ത് പറ? സെക്കൻഡറി അമൈഡ്. പേര് പറഞ്ഞേടാ, സെക്കൻഡറി അമൈഡ്. കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേരാണ് സെക്കൻഡറി അമൈഡ്. ചെറിയ റിയാക്ഷൻ ആണ്. അത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള റിയാക്ഷൻ ഒക്കെ പഠിച്ചിട്ട് പഠിക്കേണ്ട ആളാണ്. എന്നാൽ ചോദിച്ചുകൂടായികയൊന്നുമില്ല. NCERT പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒറ്റ വരിയിൽ പരിപാടി എഴുതിയിട്ട് അവസാനിപ്പിച്ചോളണം. ആസിഡ് ക്ലോറൈഡുമായിട്ട് അമീൻസ് റിയാക്ട് ചെയ്തിട്ട് സെക്കൻഡറി അമൈഡ് ഉണ്ടാകുന്ന പരിപാടിയെ നമ്മൾ വിളിച്ച പേരാണ് പറ അസൈലേഷൻ. പഠിച്ചല്ലോ. മൂന്നാമത്തതാണ് വെരി ഇമ്പോർട്ടന്റ്, കാർബൈലമീൻ റിയാക്ഷൻ. വെരി 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 ഇമ്പോർട്ടന്റ്. ഒരു 4 സ്റ്റാർ ഒക്കെ തൂക്കിയിട്ടോ. കാർബൈലമീൻ റിയാക്ഷൻ, കാർബൈലമീൻ റിയാക്ഷൻ, കാർബൈലമീൻ റിയാക്ഷൻ. ആരാണ് റിയേജന്റ്? ഓർത്തു വെച്ചോ. ഞാൻ പറയുന്ന ഡയലോഗ് ഒന്ന് എഴുതിക്കേടാ. പ്രൈമറി അമീൻസ് എഴുത്. പ്രൈമറി അമീൻസ്, primary amines react with chloroform and alkali. Chloroform and alkali. Primary amines react with chloroform and alkali to give isocyanide. Marakirudhe, very important. Product very important. Isocyanide having foul smell. Foul smell. വൃത്തികെട്ട സ്മെല്ലാണ് ഐസോസൈനൈഡിനുള്ളത്. എന്തിനാ സാറേ ഈ ഫൗൾ സ്മെല്ലൊക്കെ എടുത്തു പറയണത്? വളരെ ഇമ്പോർട്ടന്റ് ആയ വാക്കാണത്. ശ്രദ്ധിച്ച് കേട്ടോട്ടാ. എടാ, ആര് മാത്രമേ ഇവിടെ റിയാക്ഷൻ നടക്കുള്ളൂ എന്നറിയോ? പ്രൈമറി അമീൻ. ഞാൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു തന്നത്? പ്രൈമറി അനി അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആക്കണേ. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കലി ടു ഗീവ് ഐസോസൈനൈഡ് ഹാവിംഗ് ഫൗൾ സ്മെൽ എന്നല്ലടാ പറഞ്ഞു തന്നെ. എടാ, നിങ്ങളൊന്ന് കേട്ടെ. എല്ലാവരും ഒന്ന് ഹൃദയം വിശാലമാക്കിയിരുന്നേ. എന്നൊന്ന് കേട്ടെ. പേനൊക്കെ അവിടെ ഒന്ന് വെച്ചേ, ഒന്ന് നേരെ ഇരുന്നേ. എന്നിട്ട് ഞാൻ ഈ പറയണതൊക്കെ ഒന്ന് ഹൃദയം കൊണ്ടൊന്ന് കേട്ടെ. എടാ, അമീൻസ് പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ ഒക്കെ അല്ലേ? ഇതിൽ പ്രൈമറി അമീൻ മാത്രമേ കാർബൈലമീൻ റിയാക്ഷൻ കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ ആയിട്ട് ഉപയോഗിക്കാം. ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ ആണോ പ്രൈമറി അമീൻ അല്ലേ എന്ന് കാണാനുള്ള ടെസ്റ്റ്. ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പ്രൈമറി അമീൻ ആണോ അല്ലേ എന്ന് കാണാം. പ്രൈമറി അമീൻ ആണോ, സെക്കൻഡറി അമീൻ ആണോ, ടെർഷ്യറി അമീൻ ആണോ, അങ്ങനെ കാണാൻ പറ്റില്ല. പ്രൈമറി അമീൻ ആണോ പ്രൈമറി അമീൻ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇതിനെ ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ എന്ന് പേര് പറയുന്നത്. എങ്ങനെ അത് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നറിയോ? ഇവിടെ ആര് മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ? പ്രൈമറി അമീൻ മാത്രമേ നടക്കുള്ളൂ. സെക്കൻഡറി അമീൻ ആണെങ്കിലും ടെർഷ്യറി അമീൻ ആണെങ്കിലും റിയാക്ഷൻ നടക്കില്ല. അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താന്നാ പറഞ്ഞ്? ഐസോസൈനൈഡ് ആണ്, ഹാവിംഗ് ഫൗൾ സ്മെൽ. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ നടന്നാൽ നമ്മളത് പെട്ടെന്ന് അറിയും. അവിടെ വൃത്തികെട്ട മണം പരക്കും. ആ വൃത്തികെട്ട സ്മെല്ല് കാരണം നമുക്ക് മനസ്സിലാക്കാം അവിടെ റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടന്നാൽ ഞാൻ ഉപയോഗിച്ച അമീൻ ഏതായിരുന്നു? പ്രൈമറി അമീൻ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സ്മെല്ലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. റിയാക്ഷൻ നടന്നോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സ്മെല്ല് വെച്ചാ. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഐസോസയനൈഡ് ടെസ്റ്റ് എന്നും പേര് വിളിക്കും. എന്താ പേര്? ഐസോസയനൈഡ് ടെസ്റ്റ് എന്നും പേര് വിളിക്കും. പഠിച്ചോ? ഐസോസയനൈഡ് ടെസ്റ്റ് എന്ന് പേര് വിളിക്കും. എന്താ കാര്യം? ഉണ്ടാകുന്നത് ഐസോസയനൈഡ് ആയതുകൊണ്ട്. എന്താ കാര്യം? പ്രൈമറി അമീനിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് പറ ഐസോസയനൈഡ് ടെസ്റ്റ്. പഠിച്ചില്ലേ? ഐസോസയനൈഡ് ടെസ്റ്റ്. ഇനി പറഞ്ഞേടാ, ഇതാ പറ, ഇതാണ് ആ റിയാക്ഷൻ. നിങ്ങളോട് ഞാൻ നേരത്തെ കാർബൈലമീൻ റിയാക്ഷൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു തന്നതുപോലെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, റിയാക്ഷൻ കാണാതെ പഠിക്കുക. അതിന്റെ മെക്കാനിസത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇത് പെട്ടെന്ന് പഠിക്കാനുള്ള വഴിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയം കൊണ്ട് ഇതങ്ങോട്ട് പഠിച്ചേക്കുക. പഠിച്ചേ. പ്രൈമറി അമീൻ RNH2, പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ക്ലോറോഫോം
ആൻഡ് ആൽക്കലി. ആൽക്കലി KOH എന്ത് കിട്ടുന്നു? ഐസോസയനൈഡ് കിട്ടുന്നു. ഐസോസയനൈഡ് കിട്ടുന്നു. 3 KCl 3 വാട്ടറും ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. ഇതൊക്കെ പാടെ നീട്ടിപ്പരത്തി പഠിക്കാൻ പ്രയാസമുള്ളവൻ ഞാൻ ഈ പറയുന്ന റിയാക്ഷൻ പഠിച്ചാൽ മതി കേട്ടടാ. RNH2 പ്രൈമറി അമീൻ അല്ലേ? ആരോ മാർക്കിന് മുകളിൽ 2 ആളെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണേ. CHCl3 ക്ലോറോഫോം, KOH ആൽക്കലി. എണ്ണൊക്കെ നീ അങ്ങോട്ട് വിട്. എന്ത് കിട്ടും? RNC കിട്ടും. പരിപാടി കഴിഞ്ഞു. ഇയാളാണ് കാർബൈലമിൻ റിയാക്ഷൻ. ബൈ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ഒഴിവാക്കി. ബൈ പ്രൊഡക്റ്റ് ഒന്നും നീ പഠിക്കണ്ട, ഇത് അങ്ങോട്ട് പഠിച്ചാലും മതി. പഠിച്ചോ? പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കലി ടു ഗീവ് ഐസോസയനൈഡ്. അപ്പൊ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഐസോസയനൈഡിന് ഫൗൾ സ്മെല്ലാണ്. അതുകൊണ്ട് റിയാക്ഷൻ നടന്നാൽ നമ്മൾ അറിയും. റിയാക്ഷൻ ആരാണെങ്കിൽ മാത്രമേ നടക്കൂ. പ്രൈമറി അമീൻ ആണെങ്കിലേ നടക്കൂ. സെക്കൻഡറി അമീനും ടെർഷ്യറി അമീനും ഒന്നും ഈ റിയാക്ഷൻ തരില്ല. അതുകൊണ്ട് ദിസ് റിയാക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി അമീൻ ആൻഡ് അതർ അമീൻസ്. പ്രൈമറി അമീനിനെയും മറ്റു അമീനുകളെയും തമ്മിൽ തരംതിരിച്ച് മനസ്സിലാക്കാൻ കാർബൈലമിൻ റിയാക്ഷൻ ഉപയോഗിക്കാം. പഠിച്ചില്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്ത റിയാക്ഷൻ ആണ് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ എന്താണ് എന്ന് അറിയണതിന് മുമ്പ് നൈട്രസ് ആസിഡ് ആരാണ് എന്ന് അറിയണമല്ലോ. അതാണ് ഞാൻ ഈ ആദ്യം ഇവിടെ എഴുതി വിട്ടേക്കുന്നത്. നൈട്രസ് ആസിഡ് ആരാണെന്ന് ഓർക്കണേ. HNO2 ആണോടാ നൈട്രസ് ആസിഡ്. HNO2 പഠിച്ചോ? HNO2 എന്ന് പറയുന്ന ആളാണ് നൈട്രസ് ആസിഡ്. ഇനി ഞാൻ ആ സത്യം പറയട്ടടാ, ചിലപ്പോ ആരോ മാർക്കിന് മുകളിൽ HNO2 എന്ന് കാണൂല. ചിലപ്പോ ഇങ്ങനെ കാണും, NaNO2 + HCl എന്ന് കാണാം. അത് രണ്ടും ഒന്നാണ് എന്ന് നീ അങ്ങോട്ട് ഓർക്കണേ. NaNO2 + HCl എന്ന് കണ്ടാൽ അത് ആരെന്നെയാണ്? HNO2 ആണ്. അപ്പൊ HNO2 എന്ന് കാണാതെ പഠിച്ചു പോയിട്ട് ആരോ മാർക്കിന് മുകളിൽ NaNO2 HCl എന്ന് കണ്ടാൽ അതൊന്നും ആ തടിയൻ പഠിപ്പിച്ചില്ല എന്ന് പറയാൻ നിൽക്കരുത്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഏത് ഉപയോഗിച്ചാലും അത് നൈട്രസ് ആസിഡ് ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇനി ഞാൻ പറയുന്ന സംഗതി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എടാ, പ്രൈമറി അലിഫാറ്റിക് അമീൻ. ഞാൻ ഈ പറയുന്നത് എഴുതാൻ ഞാൻ സമയം തരാം. ഇപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. പ്രൈമറി അലിഫാറ്റിക് അമീനും ഉണ്ട്, പ്രൈമറി അരോമാറ്റിക് അമീനുമുണ്ട്. പ്രൈമറി അലിഫാറ്റിക് അമീനുമുണ്ട്, പ്രൈമറി അരോമാറ്റിക് അമീനുമുണ്ട്. നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ പ്രൈമറി അലിഫാറ്റിക് അമീൻ ആൽക്കഹോൾ തരും. ആഹാ, ആര് തരും പറ? ആൽക്കഹോൾ തരും. ആരാടാ തരിക? ആൽക്കഹോൾ തരും. പ്രൈമറി അരോമാറ്റിക് അമീൻ ആണെങ്കിലോ ബെൻസീൻ ഡൈഅസോണിയം സോൾട്ട് തരും. ബെൻസീൻ ഡൈഅസോണിയം സോൾട്ട് തരും. വെരി 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 ഇമ്പോർട്ടന്റ്. പ്രൈമറി അലിഫാറ്റിക് അമീൻ ആൽക്കഹോൾ തരും. പ്രൈമറി അരോമാറ്റിക് അമീൻ ആൽക്കഹോൾ തരില്ല. എന്ത് തരും? ബെൻസീൻ ഡൈഅസോണിയം സോൾട്ട് തരും. പഠിക്ക്. വെരി ഇമ്പോർട്ടന്റ്. നൈട്രസ് ആസിഡ് തന്നെയാണ് ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. പക്ഷെ കിട്ടുന്ന പ്രൊഡക്റ്റ് രണ്ട് പ്രൊഡക്റ്റ്. നൈട്രസ് ആസിഡ് ഉപയോഗിക്കുന്നത് പ്രൈമറി അലിഫാറ്റിക്കിലേക്കാണെങ്കിൽ ആൽക്കഹോൾ കിട്ടും, അരോമാറ്റിക്കിലേക്കാണെങ്കിൽ ബെൻസീൻ ഡൈഅസോണിയം സോൾട്ട് കിട്ടും. ഞാൻ അതിനെ ഒന്ന് കെമിസ്ട്രി വൽക്കരിക്കുകയാണ്. എന്നോട് പറ, RNH2 എന്ന് പറയുന്നതിലെ ഈ R ഗ്രൂപ്പ് ആരടാ? R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാ, എന്ന് പറഞ്ഞാൽ അലിഫാറ്റിക് അമീന. AR എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് ഗ്രൂപ്പ് എന്നതിന്റെ ഷോർട്ടാണ്. അരോമാറ്റിക് എന്നതിന്റെ ഷോർട്ടാണ് AR. ആൽക്കൈൽ അലിഫാറ്റിക് എന്നതിന്റെ ഷോർട്ടാണ് R. പഠിച്ചോ? അപ്പൊ RNH2 അലിഫാറ്റിക് അമീൻ. അലിഫാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന അമീൻസ് ഒക്കെടാ. CH3NH2, CH3CH2NH2, CH3CH2CH2NH2. അരോമാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിൽ NH2. അത്രേ ഉള്ളൂ, ചെറിയ കാര്യ. ബെൻസീൻ റിംഗിൽ NH2 അരോമാറ്റിക് അമീൻ, ബെൻസീൻ റിംഗ് അല്ലാത്തടത്ത് NH2 RNH2 അലിഫാറ്റിക് അമീൻ. അലിഫാറ്റിക് അമീനിലേക്ക് വന്നാൽ ഡയറക്റ്റ് എന്ത് കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞു, ആൽക്കഹോൾ കിട്ടും. RNH2 എന്നത് ROH ആയിട്ട് മാറും. അതാണ് പ്രത്യേകത. NH2 മൊത്തത്തിൽ പോയിട്ട് ROH ആകും. പഠിച്ചോ? എന്നാൽ അരോമാറ്റിക് അമീനിലേക്കാണ് NaNO2 HCl. കാണുന്നില്ല നിങ്ങൾ? NaNO2 HCl. NaNO2 HCl എന്ന് പറഞ്ഞാൽ HNO2 തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ത് കിട്ടും നോക്കിക്കോട്ടോ? ബെൻസീൻ റിംഗിൽ N2Cl കിട്ടും. ആഹാ, ബെൻസീൻ റിംഗിൽ N2Cl. ബെൻസീൻ ഡൈഅസോണിയം സോൾട്ട് എന്ന് ജനറലി പറയും. ഇവനെ സ്പെസിഫിക് ആയിട്ട് ബെൻസീൻ ഡൈഅസോണിയം ക്ലോറൈഡ് എന്ന് ഞങ്ങൾ സയന്റിസ്റ്റുകൾ പേര് വിളിക്കാറുണ്ട്. എന്താ പേര്? ബെൻസീൻ ഡൈഅസോണിയം ക്ലോറൈഡ്. അപ്പൊ നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. ആരാണ് നൈട്രസ് ആസിഡ്? HNO2. അതിനെങ്ങനെ കാണാം? NaNO2 HCl. അലിഫാറ്റിക് പ്രൈമറി അമീൻ ആണെങ്കിൽ ആൽക്കഹോൾ കിട്ടുന്നു. അരോമാറ്റിക് പ്രൈമറി അമീൻ ആണെങ്കിൽ എന്ത് കിട്ടുന്നു പറ? ബെൻസീൻ ഡൈഅസോണിയം സോൾട്ട് കിട്ടുന്നു. ഡീൽ ഓർ നോ ഡീൽ? പറമുനെ, ഡീൽ ഓർ നോ ഡീൽ?
ഡിയിലായിരിക്കണം. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാവണമെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലായി എന്നറിയാൻ, നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ ഇല്ലല്ലോ, നിങ്ങൾ ആ ലൈക്ക് ഒന്ന് ചെയ്തേ. ഞാൻ അങ്ങനെ ലൈക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആളൊന്നുമല്ല. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഇത് തരുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഇല്ലേന്ന് എനിക്ക് തിരിച്ചറിയാൻ വേറെ മാധ്യമമൊന്നും ഇല്ല. അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെയാണ് സാർ എങ്കിൽ ഓക്കെ, മനസ്സിലായിട്ടില്ല സാർ പരിപാടി നിർത്തണം, അത് കമന്റ് ചെയ്യുക. എനിക്കൊന്ന് അറിയാനാണ് കേട്ടോ, നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ്. റിയാക്ഷൻ വിത്ത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. നെക്സ്റ്റ് വൺ, റിയാക്ഷൻ വിത്ത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. എല്ലാവരും ഒന്ന് എഴുതിക്കേ, റിയാക്ഷൻ വിത്ത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. എന്നിട്ട് അതിന്റെ താഴെ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിനെ കണ്ടിട്ടില്ലാത്തവർ കൺ തുറന്ന് കാണുക. 11 ആണ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. നോക്കിക്കേ, ബെൻസീൻ റിംഗിൽ SO2Cl. ആരടാ? ബെൻസീൻ റിംഗിൽ SO2Cl. ബെൻസീൻ റിംഗിൽ SO2Cl. അവന്റെ പേരാണ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. പഠിച്ചില്ലേ? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. എടാ, ഈ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ടുള്ള അമീൻസിന്റെ റിയാക്ഷനെ നമ്മൾ ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പേര് വിളിക്കും. എല്ലാ കുട്ടികളും പേന അവിടെ വെക്കുക, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക. ഇത് വളരെ പ്രധാനമാണ്, ചെറിയ കാര്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളൊന്ന് കേട്ടോട്ടാ. എടാ, ഹിൻസ്ബർഗ് ടെസ്റ്റ് നിങ്ങൾ പല സ്ഥലത്തുനിന്ന് കേട്ടിട്ടുണ്ടാവും. ഞാനിതാ നിങ്ങളിലേക്ക് ഹിൻസ്ബർഗ് ടെസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്തിനാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞുതരാം. ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ്. ഇപ്പൊ എഴുതണ്ട, ഞാൻ നോട്ട് തരാം. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീനുകളെ തമ്മിൽ തരംതിരിച്ച് മനസ്സിലാക്കാനാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. എൻ്റെ കയ്യിൽ ഒരു അമീനുണ്ട്. എൻ്റെ കയ്യിൽ ഈ കുപ്പിയിൽ കുറച്ച് അമീനുണ്ട്. ഈ അമീൻ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ എന്ന് അറിയാൻ ഹിൻസ്ബർഗ് ടെസ്റ്റ് നടത്തി നോക്കിയാൽ മതി. അതിന് ഞാനിതിലേക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിക്കണം. അല്ല സാറേ, ഹിൻസ്ബർഗ് റിയേജന്റിനെ സാറ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. കിടക്കണാപ്പ, ഇതാണടാ ഹിൻസ്ബർഗ് റിയേജന്റ്. നീ നേരത്തെ പറഞ്ഞില്ലേ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന് പേര് പറഞ്ഞില്ലേ, അവനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണടാ ഹിൻസ്ബർഗ് റിയേജന്റ്. അപ്പൊ ഹിൻസ്ബർഗ് റിയേജന്റിനെ കണ്ടില്ലോ എന്നും പറഞ്ഞ് ഇനി നിലവിളിക്കണ്ട. ഇവനാണ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ് ഹിൻസ്ബർഗ് റിയേജന്റ്. ഞാൻ കുറച്ച് ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിക്കുകയാണ്. പൊന്നുമോനെ കേട്ടോളണേ. ഇത് പ്രൈമറി അമീൻ ആണെങ്കിൽ അതിലൊരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. സെക്കൻഡറി അമീൻ ആണെങ്കിലും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. ടെർഷ്യറി അമീൻ ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ടെർഷ്യറി അമീൻ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പൊ ഒരു ഡൗട്ട്, സാറേ പ്രൈമറി അമീനിലും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും, സെക്കൻഡറി അമീനിലും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. അപ്പൊ ഇത് പ്രൈമറി അമീനാ സെക്കൻഡറി അമീനാന്ന് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നീ ഒന്ന് അടങ്ങ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഒക്കെ ഞാൻ പറഞ്ഞു തരില്ലേ, ഇതിപ്പോ തുടങ്ങിയത് ഞാനല്ലേ, ഞാൻ പറഞ്ഞോളാം. എടാ, അമീനാണേ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ എന്ന് അറിയില്ല, ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിക്കുന്നു. പ്രൈമറി അമീൻ ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും, സെക്കൻഡറി അമീൻ ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും, ടെർഷ്യറി അമീൻ ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവില്ല. അപ്പൊ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായില്ലെങ്കിൽ ഒന്നും നോക്കണ്ട, ഇത് ടെർഷ്യറി അമീൻ ആണ്, വിട്ടു. പ്രൈമറി അമീൻ ആണെങ്കിലും സെക്കൻഡറി അമീൻ ആണെങ്കിലും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുമല്ലോ. ആ ഉണ്ടായ പ്രസിപ്പിറ്റേറ്റിന് ഇങ്ങനെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ആൽക്കലിയിൽ കൊണ്ടുപോയി കലക്കി നോക്കണം. ഏതെങ്കിലും ഒരു ആൽക്കലിയിൽ കൊണ്ടുപോയിട്ട് ഇളക്കി വെക്കുക. അപ്പൊ ആ ആൽക്കലിയിൽ അത് സൊല്യൂബിൾ ആണെങ്കിൽ അത് പ്രൈമറി അമീൻ ആണ്, സൊല്യൂബിൾ അല്ലെങ്കിൽ സെക്കൻഡറി അമീൻ ആണ്. അപ്പൊ ഞാൻ പറയട്ടെ, പ്രൈമറി അമീനിന്റെ പ്രത്യേകത, ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിക്കുമ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ പ്രസിപ്പിറ്റേറ്റിന്റെ പ്രത്യേകത വിച്ച് ഈസ് സൊല്യൂബിൾ ഇൻ ആൽക്കലി. സെക്കൻഡറി അമീൻ ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് കിട്ടും, ആ പ്രസിപ്പിറ്റേറ്റ് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി ആണ്. ടെർഷ്യറി അമീൻ ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് പോലും കിട്ടില്ല. കളി മനസ്സിലായോ? നീ കഥ കേൾക്ക്, ഞാൻ ഇങ്ങനെ കഥ പറയുന്നു, നീ അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ എന്ന് മനസ്സിൽ തോന്നിയതൊന്ന് വിളിച്ചു പറയണേ. ഇതാ പറഞ്ഞോ, എന്റെ കയ്യിൽ ഒരു അമീൻ ഉണ്ട്, ഞാൻ ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിച്ചു, ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി, കോരിയെടുത്തു, ആൽക്കലിയിലിട്ടു, സൊല്യൂബിൾ ആയി. സൊല്യൂബിൾ ആയി പ്രൈമറി അമീൻ. ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിച്ചു, പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി, കോരിയെടുത്ത് ആൽക്കലിയിലിട്ടു, സൊല്യൂബിൾ അല്ല. ഞാൻ എടുത്ത അമീൻ ആരാ? സെക്കൻഡറി അമീൻ. പഠിച്ചില്ലേ? എടാ, ടെർഷ്യറി അമീനിലേക്ക് ഞാൻ ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിച്ചു, ഇന്ന് വരും നാളെ വരും പ്രസിപ്പിറ്റേറ്റ് എന്നും പറഞ്ഞു കാത്തിരുന്നു, പ്രസിപ്പിറ്റേറ്റ് വന്നില്ല. ഞാൻ എടുത്ത അമീൻ ആരാ? ടെർഷ്യറി അമീൻ.
കിട്ടിയോ പൊന്നുമോനെ? ചാമ്പിക്കോട. റിയാക്ഷൻ വിത്ത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. താഴെ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിന്റെ ചിത്രം വരച്ചിട്ട് ഇവനാണ് ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് എഴുതി വെച്ചേടാ. എന്നിട്ട് താഴെ ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് എഴുത്. ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്നിട്ട് ഹൈഫൺ ഇട്ടിട്ട് എഴുത് ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ്. ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ്. ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ്. എന്നിട്ട് താഴെ അതിന്റെ റിസൾട്ട് എഴുത്. റിസൾട്ട് ഒന്ന് പ്രൈമറി അമീൻ ആണെങ്കിൽ എഴുതിക്കോ. പ്രൈമറി അമീൻ ആണെങ്കിൽ എഴുതിക്കോ. gives a precipitate which is soluble in alkali. Secondary amine ആണെങ്കിലോ gives a precipitate which is insoluble in alkali. പഠിപ്പിച്ചല്ലേ? gives a precipitate which is insoluble in alkali. 3 tertiary amine ആണെങ്കിൽ എന്ത് വരുന്നു? ഒന്നും തരുന്നില്ല. ശരിയല്ലേ? will not react with Hinsberg reagent and precipitate is not formed. Precipitate ഉണ്ടാകുന്നില്ല. will not react with Hinsberg reagent and precipitate is not formed. Precipitate ഉണ്ടാകുന്നില്ല. ഇങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീനുകളെ തമ്മിൽ ഹിൻസ്ബർഗ് ടെസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുക. കിട്ടിയില്ലേ മോനെ? അടുത്ത റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. സിമ്പിളാ. NCERT കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങോട്ട് പഠിക്കും. ബ്രോമിനേഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഹെഡിങ് എഴുതിയില്ലേ? അതിൽ എ ബ്രോമിനേഷൻ. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇതാണല്ലോടാ NH2. എടാ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കണമെങ്കിൽ ബെൻസീൻ റിംഗ് മസ്റ്റ്. ബെൻസീൻ റിംഗ് ഉണ്ടായിരിക്കണം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കണമെങ്കിൽ ആര് വേണം? ബെൻസീൻ റിംഗ് വേണം. അതിൽ ബ്രോമിനേഷൻ ആണ് ആദ്യം പറയുന്നത്. റിയേജന്റ് എഴുതിക്കോ. ബ്രോമിൻ വാട്ടർ, ബ്രോമിൻ ബാർ H2O. എന്റെ കൂടെ റിയാക്ഷൻ ആയിട്ടുണ്ട് എഴുതിയാൽ മതി. എന്റെ ചോദ്യം ഇതാണ് മോനെ, ഈ NH2 എന്ന ഗ്രൂപ്പിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? NH2 എന്ന ഗ്രൂപ്പ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ആണോ? മെറ്റാ ഡയറക്റ്റിംഗ് ആണോ? പറ. NH2 എന്ന ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണോ? മെറ്റാ ഡയറക്റ്റിംഗ് ആണോ? ആൻസർ ഇതാണ്. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. എന്തല്ല? മെറ്റാ ഡയറക്റ്റിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ബെൻസീൻ റിംഗിൽ ഒരു NH2 ഉണ്ടെങ്കിൽ ഇനി ബെൻസീൻ റിംഗിലേക്ക് ആര് വരണമെന്ന് ആ NH2 തീരുമാനിക്കും. എന്താണ് ആ NH2വിന്റെ തീരുമാനം? എയ്തർ ഇനി വരുന്ന ആള് ഓർത്തോയിലേക്ക് വരണം, അല്ലെങ്കിൽ പാരയിലേക്ക് വരണം. ഇതാണ് NH2വിന്റെ തീരുമാനം. അപ്പൊ നോക്കിക്കോ, ബെൻസീൻ റിംഗിൽ NH2 ഉണ്ട്, അതിന്റെ ഓർത്തോയിലേക്ക് ബ്രോമിൻ. ഇതും ഓർത്തോ തന്നെയാണല്ലോ. പാരയിലേക്ക് ബ്രോമിൻ. ഇങ്ങനെ എല്ലാ ഓർത്തോയിലും പാരയിലും ഒക്കെ ബ്രോമിൻ കയറി അങ്ങോട്ട് മേയും. കിട്ടിയ സാധനത്തിനെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ 2,4,6 ട്രൈ ബ്രോമോ അനിലിൻ എന്ന് പേര് വിളിക്കും. ട്രൈ ബ്രോമോ അനിലിൻ കിട്ടും. പഠിച്ചോ? അപ്പൊ ഒന്നിരിക്കൽ ഓർത്തോ അല്ലെങ്കിൽ പാര എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ വന്നപ്പോ എല്ലാ ഓർത്തോയിലും പാരയിലും എല്ലായിടത്തും ബ്രോമിൻ അങ്ങോട്ട് കയറി മേഞ്ഞു. പഠിച്ചോ? കിട്ടിയ സാധനം 2,4,6 ട്രൈ ബ്രോമോ അനിലിൻ. പഠിച്ചില്ല മോനെ? 2,4,6 ട്രൈ ബ്രോമോ അനിലിൻ. ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ. നൈട്രേഷൻ നടന്നാൽ അടുത്തത് ബി നൈട്രേഷൻ. എടാ ബി നൈട്രേഷൻ ആണ്. സിമ്പിൾ ആണ്. ഇതാ നോക്കിക്കോ, ഇതൊരു വെറൈറ്റി റിയാക്ഷൻ ആണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫ്യൂമിംഗ് HNO3. ആരോ മാർക്കിന് മുകളിൽ ഫ്യൂമിംഗ് HNO3 എഴുത്. എടാ NH2 ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ NH2വിന്റെ ഓർത്തോ പൊസിഷനിൽ NO2 വരും. ഓക്കെ. പാരയിലും NO2 വരും. NH2വിന്റെ പാരയിലും NO2 വരും. ഇനി ഞാനൊരു സത്യം കൂടി തുറന്നു പറയാണ്. നൈട്രേഷൻ നടക്കുമ്പോ മെറ്റയിലും NO2 വരുന്നുണ്ട്. ആഹാ. അല്ല സാറേ, NH2 ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് അല്ല എന്ന് സാറ് നേരത്തെ പറഞ്ഞ അവിടെ 2 വെട്ടൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതല്ലായിരുന്നോ? മെറ്റാ ഡയറക്റ്റിംഗ് അല്ല എന്നൊക്കെ പറഞ്ഞതല്ലേ? അതെ. എന്നിട്ടും എന്തേ നൈട്രേഷൻ നടന്നപ്പോൾ മെറ്റാ പൊസിഷനിൽ NO2 വന്നു. അപ്പൊ ചിലര് വിചാരിക്കുന്നുണ്ടാകും NO2 മെറ്റയിൽ വന്നിട്ടുണ്ടാകും, വളരെ കുറച്ച് അളവിലൊക്കെ വന്നിട്ടുണ്ടാവും. അല്ല, വളരെ കുറച്ചൊന്നല്ല, നല്ലോണം വന്നു. എങ്ങനെ അറിയോ?
ഓർത്തോ പൊസിഷനിൽ 2% വന്നിട്ടുള്ളൂ. പഠിച്ചു വെക്കണേ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പാരയിൽ 51% വന്നിട്ടുണ്ട്. ബാക്കി 47% വന്നത് മെറ്റയില. 47% എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതിയോളല്ലേ. പകുതിയോളം പാരയും പകുതിയോളം മെറ്റയും വളരെ കുറച്ച് മാത്രമേ ഓർത്തോ ഉണ്ടായിട്ടുള്ളൂ. അതെന്താ സാറേ അതിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇവിടെ മെറ്റയിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് റിയാക്ഷൻ എഴുതി വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഈ കാര്യം എഴുതി വെക്ക്. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരും കേട്ടോ. ക്വസ്റ്റ്യൻ എഴുത്. ഇങ്ങനെ എഴുതിക്കോ. ഡ്യൂറിംഗ് ദി നൈട്രേഷൻ ഓഫ് അനിലിൻ, വീഡിയോ പോസ് ചെയ്ത് ഇങ്ങനെ എഴുതിക്കോട്ടോ. ഡ്യൂറിംഗ് ദി നൈട്രേഷൻ ഓഫ് അനിലിൻ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മെറ്റാ ഡെറിവേറ്റീവ് ഈസ് ഓൾസോ ഫോംഡ്. കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മെറ്റാ ഡെറിവേറ്റീവ് ഈസ് ഓൾസോ ഫോംഡ്. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വൈ, എന്തുകൊണ്ട്? അതിനുള്ള ആൻസർ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആൻസർ നോക്കിക്കോട്ടെ മോനെ. എടാ NH2 എന്ന ഗ്രൂപ്പ് എന്ത് ഡയറക്റ്റിംഗ് ആണെന്നാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? NH2 എന്ന ഗ്രൂപ്പ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അത് സത്യമാണ്, ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. പക്ഷേ ഞാനെടാ, എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, എഴുതണ്ട. ഇവിടെ നോക്ക്, ഞാൻ ഈ നൈട്രേഷൻ നടത്താൻ എടുത്ത റിയേജന്റ് ആരാന്ന് നോക്കിയേ. ഫ്യൂമിംഗ് HNO3. ആ നാറിയാണ് പണി പറ്റിച്ചത്. ഈ ഫ്യൂമിംഗ് HNO3 എന്ന് പറഞ്ഞാലേ സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ സ്ട്രോങ് ആസിഡ് കണ്ടീഷനിൽ NH2 എന്ന ഗ്രൂപ്പ് NH3+ എന്നായി മാറാറുണ്ട്. NH2 എന്ന ഗ്രൂപ്പ് എന്തായിട്ട് മാറും? NH3+ ആയിട്ട് മാറും. ആ NH3+ന്റെ പ്രത്യേകത, അയാൾ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അയാൾ എന്താണ് പറ? മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. NH3+ എന്ന് പറയുന്നത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ NH2 ഗ്രൂപ്പ് ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണെങ്കിലും NH3+ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂമിംഗ് HNO3 പോലെയുള്ള സ്ട്രോങ് ആസിഡിക് കണ്ടീഷനിൽ NH2 എന്ന് പറയുന്ന മോളിക്യൂള് എന്തായി മാറും എന്നല്ല, സം എമൗണ്ട് ഓഫ് NH2 എന്തായി മാറാം? NH3+ ആയിട്ട് മാറാം. അപ്പൊ NH3+ ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ഡയറക്റ്റിംഗാ? മെറ്റാ ഡയറക്റ്റിംഗാ. അതുകൊണ്ടാണ് കൺസിഡറബിൾ എമൗണ്ടിൽ മെറ്റാ ഡെറിവേറ്റീവ് കൂടി ഉണ്ടായത്. ഓർത്തു വെച്ചോളണേ. കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇനി ഡയലോഗ് എഴുത്. ഇൻ സ്ട്രോങ് ആസിഡിക് കണ്ടീഷൻസ് NH2 group can be converted as NH3+. NH2 group can be converted as NH3+, which is a meta-directing functional group. അങ്ങനെ എഴുതിക്കോ. which is a meta-directing functional group. NH2 group can be converted as NH3+, which is a meta-directing functional group. ഡീലല്ലേ മോനെ? അതുകൊണ്ടാണ് കൺസിഡറബിൾ എമൗണ്ടിൽ എന്തുണ്ടായത്? NO2 മെറ്റാ പൊസിഷൻ NO2 വന്നത് എന്നാണ് ഇതിന്റെ ആകത്തുക. കഴിഞ്ഞില്ലേ മോനെ? പരിപാടി സിമ്പിളാ. അടുത്തയിലേക്ക് പോകാം. ലാസ്റ്റ് ഏരിയ ആണ് ഡൈ അസോണിയം സോൾട്ട്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരും. ഡൈ അസോണിയം സോൾട്ട്. ഹെഡിങ് എഴുതൂ. ഡൈ അസോണിയം സോൾട്ട്. എടാ, ഡൈ അസോണിയം സോൾട്ടിൽ ഒരാളെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ബെൻസീൻ റിങ്ങില് N2Cl. എഴുതിക്കേ. ബെൻസീൻ റിങ്ങിൽ N2Cl. ഇവന്റെ പേര് ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡ് എന്നാണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അപ്പൊ അയാളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് ക്ലാസ് അവസാനിക്കും. എഴുതിക്കോ മോനെ. പ്രിപ്പറേഷൻ ഓഫ് BDC എന്ന് പറഞ്ഞാൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. എടാ, പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ ഇങ്ങനെ ഒരു പേര് പറയാറുണ്ട്. ഡൈ അസോട്ടൈസേഷൻ. പറഞ്ഞേ. ഡൈ അസോട്ടൈസേഷൻ. ഇപ്പൊ പറഞ്ഞാൽ മതി. ഞാൻ എഴുതിയത് പിന്നെ എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡൈ അസോട്ടൈസേഷൻ എഴുതാം. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഉണ്ടാക്കുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് ഡൈ അസോട്ടൈസേഷൻ. പഠിച്ചോ? എടാ, എങ്ങനെയാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുക എന്ന് നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ബെൻസീൻ ഉണ്ടെങ്കിൽ NH2. ഓർമ്മയില്ലേടാ? നേരത്തെ അലിഫാറ്റിക് പ്രൈമറി അമീൻ ആണെങ്കിൽ ആൽക്കഹോൾ ഉണ്ടാകും, അരോമാറ്റിക് ആണെങ്കിൽ ബെൻസീൻ ഡയസോണിയം സോൾട്ട് ഉണ്ടാകും എന്നൊക്കെ ഇതേ വലിപ്പത്തിൽ ഒരാൾ നേരത്തെ പാട്ടും പാടി പറഞ്ഞതല്ലേ. ഇതാ അനിലിൻ എടുക്കണം. ബെൻസീൻ ഉണ്ടെങ്കിൽ NH2. അതെന്തായി മാറും? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് N2Cl ആയിട്ട് മാറും. എപ്പോ? ഉപയോഗിക്കേണ്ട റിയേജന്റ് NaNO2
പ്ലസ് HCl അഥവാ നൈട്രസ് ആസിഡ് HNO ഉപയോഗിക്കണം. കണ്ടീഷൻ ഉണ്ട്, ടെമ്പറേച്ചർ 273 to 278 കെൽവിൻ ആയിരിക്കണം. 273 to 278 കെൽവിൻ. വലിയ ടെമ്പറേച്ചർ ആണോ ചെറിയ ടെമ്പറേച്ചർ ആണോ? ചൂടാണോ തണുപ്പാണോ? ആലോചിച്ചാൽ മനസ്സിലാകും, തണുപ്പാണ്. ചിലർ വിചാരിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ അല്ല, ഇത് തണുപ്പാണ്. 0 degree to 5 degree Celsius ആണ്. 0 to 5 degree Celsius ആണ്. 0 to 5 degree Celsius ആണ് ഈ ടെമ്പറേച്ചർ. അപ്പൊ തണുപ്പത്ത് നടക്കുന്ന റിയാക്ഷൻ ആണ് ഡൈഅസോട്ടൈസേഷൻ. എന്താ കാര്യം എന്നറിയോ? ഈ ഉണ്ടാകുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇല്ലേ, അത് ഹൈ ടെമ്പറേച്ചറിൽ അൺസ്റ്റേബിളാ. റൂം ടെമ്പറേച്ചറിൽ പോലും അത് അൺസ്റ്റേബിളാ. അപ്പൊ ലോ ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടത്തുക. അപ്പോഴേ ഉണ്ടാകുന്ന ആള് സ്റ്റേബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ റിയാക്ഷൻ വെരി ഇമ്പോർട്ടന്റ്. ഓർഗാനിക് കെമിസ്ട്രിയെ വേറൊരു ലെവലിലേക്ക് മാറ്റിയ റിയാക്ഷൻ ആണ് ഇയാള്. കാര്യം എന്താ അറിയോ? ഈ ഡൈഅസോട്ടൈസേഷൻ നടത്തി കിട്ടുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇല്ലേ, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എന്തിന്? ഓർഗാനിക് കെമിസ്ട്രിയിൽ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാതിരുന്ന പല കോമ്പൗണ്ടുകളും പെട്ടെന്ന് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഡയറക്റ്റ് പ്രിപ്പറേഷന് വേണ്ടി സഹായിക്കുന്ന ഒരാളാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അതുകൊണ്ട് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന്റെ കണ്ടുപിടുത്തത്തിലൂടെ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പെട്ടിക്കകത്ത് കിടന്നുറങ്ങുന്ന ഈ റിയാക്ഷൻ ഹൈലി 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 ഇമ്പോർട്ടന്റ്. Diazotization. Aniline react with nitrous acid at 273 to 278 Kelvin to give benzene diazonium chloride. ഇനി ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടായ കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതുകൊണ്ട് എന്താ കാര്യം എന്നതാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് BDC. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് BDC. BDC എന്ന് പറഞ്ഞാൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന്റെ കെമിക്കൽ റിയാക്ഷനെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് റീപ്ലേസ്മെന്റ് റിയാക്ഷൻ, രണ്ട് കപ്ലിംഗ് റിയാക്ഷൻ. എഴുതിക്കേടാ, റീപ്ലേസ്മെന്റ് റിയാക്ഷനും കപ്ലിംഗ് റിയാക്ഷനും ഒന്ന് എഴുതിക്കേടാ നമ്പർ ഇട്ടിട്ട്. ഒന്ന് റീപ്ലേസ്മെന്റ് റിയാക്ഷൻ, രണ്ട് കപ്ലിംഗ് റിയാക്ഷൻ. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരും. ഒക്കെ പറയും, ഒക്കെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. റീപ്ലേസ്മെന്റ് റിയാക്ഷനിൽ കുറെ റിയാക്ഷൻസ് പറയും, കപ്ലിംഗ് റിയാക്ഷനിൽ രണ്ടെണ്ണം പറയും. അതൊക്കെ പെട്ടെന്ന് തീരും ചെയ്യും. അതുകൊണ്ട് ഒന്ന് എഴുതി വെച്ചോ, റീപ്ലേസ്മെന്റ് റിയാക്ഷനും കപ്ലിംഗ് റിയാക്ഷനും. റീപ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നിട്ട് താഴെ എഴുതുക. ഹിയർ N2Cl group is completely replaced. N2Cl group is completely replaced. N2Cl എന്ന ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് മാറും. ബെൻസീൻ റിങ്ങിലുള്ള N2Cl ഉണ്ടല്ലോ, കംപ്ലീറ്റ് പൊട്ടും, പോകും, വേറെ ആള് വരും. അതിനെന്ത് വേണം? എന്തെങ്കിലുമൊക്കെ ഒരു റിയേജന്റ് ഉപയോഗിക്കണം. എന്താ റിയേജന്റ്? ഒക്കെ ഞാൻ പറഞ്ഞുതരും. ഇതെഴുതിയോ? കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ്. എക്സാമ്പിൾസ് നമ്പർ ഇട്ട് എഴുതിക്കോ. എക്സാമ്പിൾസ് ഒന്ന് നമ്പർ ഇടാൻ പറഞ്ഞ എന്തിനാ അറിയോ? 6-7 റിയാക്ഷൻ പഠിപ്പിക്കാനുണ്ട്. അതുകൊണ്ടാണ് 1 നമ്പർ ഇടാൻ പറഞ്ഞത്. കണ്ടേ മോനെ, റിയാക്ടൻ സൈഡിൽ ആരാ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഉപയോഗിച്ച റിയേജന്റ് നോക്കിക്കേ, Cu2H2, കോപ്പർ സോൾട്ട്. ആരടാ? കോപ്പർ സോൾട്ട് ഇൻ പ്രസൻസ് ഓഫ് HX. എന്താ കിട്ടുക നോക്കിക്കോട്ടോ. ബെൻസീൻ റിങ്ങില് ഈ കോപ്പറിന്റെ കൂടെയുള്ള ഒരു ഹാലജൻ ഇല്ലടാ. കോപ്പറിന്റെ കൂടെ ഒരു ഹാലജൻ ഉണ്ടല്ലോ, ആ ഹാലജൻ കയറി അങ്ങോട്ട് ഇരിക്കും. N2Cl അവൻ ഔട്ടായി. N2Cl കംപ്ലീറ്റ് പോയി. N2Cl പോയാലാണല്ലോ അതിന്റെ പേര് റീപ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാവുക. N2Cl കംപ്ലീറ്റ് പോയി, പകരം Cu2H2 എന്നതില് X അവിടെ കയറിയിരുന്നു. എടാ, ഈ റിയാക്ഷനെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതല്ല. ഈ റിയാക്ഷനെ പണ്ട് യാസീൻ സാർ എന്ത് പേര് വിളിച്ചിട്ടുണ്ട്? സാൻമേയേഴ്സ് റിയാക്ഷൻ എന്ന് പേര് വിളിച്ചിട്ടുണ്ട്. സാറ് വിളിച്ചത് കേട്ട് ഞാനും അതിനെ അങ്ങനെ തന്നെ വിളിക്കുകയാണ്, സാൻമേയേഴ്സ് റിയാക്ഷൻ. പഠിച്ചിട്ടില്ലേടാ ഹാലോ ആൽക്കേനിൽ? അതേ സാധനം ഒന്നും ഇവിടെ റീകോൾ ചെയ്തതാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുത്തോടാ. അടുത്ത റിയാക്ഷൻ നമ്പർ 2. ബെൻസീൻ റിങ്ങിൽ N2Cl, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കാണുന്നുണ്ട്. ആരോ മാർക്കിന് മുകളിൽ പൊട്ടാസ്യം അയോഡൈഡ്. ഹാലോ ആൽക്കേനിൽ ഇതും പഠിച്ചിട്ടുണ്ട്. ബെൻസീൻ റിങ്ങിൽ N2Cl കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് അയഡിൻ അങ്ങോട്ട് കയറിയിരിക്കും. N2Cl മൊത്തത്തിലാണ് പോകും, അയഡിൻ കയറിയിരിക്കും. ആൻഡ് ദി പ്രൊഡക്റ്റ് ഈസ് അയഡോ ബെൻസീൻ. റിയാക്ഷന് പ്രത്യേകിച്ച് നെയിമൊന്നുമില്ല, പക്ഷെ റിയാക്ഷൻ ഓർത്തു വെക്കുക. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് Ki ഉപയോഗിച്ചാൽ, പൊട്ടാസ്യം അയോഡൈഡ് ഉപയോഗിച്ചാൽ അയഡോ ബെൻസീൻ കിട്ടും. റിയാക്ഷൻ നമ്പർ 3. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. എല്ലാത്തിലും റിയാക്ടന്റ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ് കേട്ടോ. അയാള് കാണിക്കുന്ന റിയാക്ഷൻ എന്നല്ലേടാ ഹെഡിങ്. പിന്നെ റിയാക്ടന്റ് മാറുമോ? കോപ്പർ ബാർ HX. നേരത്തെ പറഞ്ഞത് കോപ്പർ സോൾട്ടാ, ഇപ്പൊ പറഞ്ഞത് കോപ്പർ മെറ്റലാ.
അതിന്റെ കൂടെ വേറെ ആരും ഇല്ല. കോപ്പർ സോൾട്ട് അല്ല, കോപ്പർ എന്ന് മാത്രം, മെറ്റാലിക് കോപ്പർ മാത്രം ഉപയോഗിച്ചു. HX ഉണ്ട്. N2Cl കംപ്ലീറ്റ് ആയിട്ട് പോകും. HXലെ X ഉണ്ടല്ലോ, HXലെ X അവൻ ബെൻസീനിൽ കയറിയിരിക്കും. നേരത്തെ കോപ്പർ സോൾട്ടിൽ ഉണ്ടായിരുന്ന X ആണ് കയറിയിരുന്നത്, ഇവിടെ അതല്ല, HXലെ X ആണ് ബെൻസീനിൽ കയറിയിരിക്കുന്നത്. ആൻഡ് ദിസ് റിയാക്ഷൻ, ഈ റിയാക്ഷനെയും യാസിൻ സാറ് പേര് വിളിച്ചിട്ടുണ്ട്. ഇവന്റെ പേരാണ് ഗെറ്റർമാൻ റിയാക്ഷൻ. ഓർമ്മണ്ടടാ, ഗെറ്റർമാൻ റിയാക്ഷൻ. ഹാലോ അൽക്കേനിൽ പഠിക്കാനുള്ളതാണ് ഗെറ്റർമാൻ റിയാക്ഷൻ, കണ്ടിട്ടുണ്ട്. റിയാക്ഷൻ നമ്പർ 4 ശ്രദ്ധിച്ചോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇതില്ലെങ്കിൽ നിങ്ങൾ നീറ്റിന് പോണ്ട, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. H3PO2 എന്ന റിയേജന്റോ എത്തനോൾ എന്ന റിയേജന്റോ, ആൽക്കഹോൾ എന്ന് മനസ്സിലാക്കരുത്. ആൽക്കഹോളുകളുടെ കൂട്ടത്തിൽ ആര് മാത്രം? എത്തനോൾ മാത്രം. വേറെ ആൽക്കഹോൾ ആണെങ്കിൽ റിയാക്ഷൻ വേറെ ടൈപ്പാ, അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയണ്ട. ആൽക്കഹോൾ എന്ന് മനസ്സിലാക്കരുത്, എത്തനോൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചോ. എത്തനോൾ, H3PO2 ഓർ എത്തനോൾ. ഓറാണ്, രണ്ടും കൂടി വേണമെന്നല്ല, ഏതെങ്കിലും ഒരാൾ, ഒന്നുകിൽ H3PO2 അല്ലെങ്കിൽ എത്തനോൾ ഉപയോഗിച്ചാൽ N2Cl കംപ്ലീറ്റ് ആയിട്ടാണ് പോകും. പോയിട്ട് പകരം അവിടെ ആരാ വരിക അറിയോ? H വരും, ഹൈഡ്രജൻ. അപ്പൊ ഞാനിവിടെ ഹൈഡ്രജൻ കാണിക്കുകയാണ്, H. നിങ്ങൾ കാണുന്നുണ്ടോ? കാണൂല. എന്താ കാര്യം? ഇവിടെയും ഇവിടെയൊക്കെ H ഉണ്ടല്ലോ, അതിനൊന്നും ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ. എന്നാ പിന്നെ ഇവിടുത്തെ H മാത്രം കാണിക്കാനൊന്നും നിൽക്കണ്ട. അപ്പൊ കിട്ടുന്ന സാധനം ആരാ പറ? ബെൻസീൻ. അപ്പൊ ചില കുട്ടികൾ എന്താ പറയാ അറിയോ? ഈ റിയാക്ഷൻ കണ്ടുകൊണ്ട് അറിയും ഇവിടൊക്കെ N2Cl പോയിട്ട് പകരാരോ വന്നിട്ടുണ്ട്, ഇവിടെ N2Cl പോയിട്ട് പകരാരും വന്നിട്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, പകരം വന്നിട്ടുണ്ട്. വന്നത് ആരാണ്? H ആണ്. അതുകൊണ്ട് നീ കാണാത്തതാണ്, ബെൻസീൻ കിട്ടും. അപ്പൊ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൽ നിന്ന് ബെൻസീൻ കിട്ടാൻ റിയേജന്റ് 2 എണ്ണം ഉണ്ട്. ഒന്നാര പറ? H3PO2. രണ്ടാര പറ? എത്തനോൾ. ആരടാ? എത്തനോൾ. പഠിക്കണേ, എത്തനോൾ. റിയാക്ഷൻ നമ്പർ 5. ബെൻസിൻ ഉണ്ടെങ്കിൽ N2Cl, വാട്ടർ ഉണ്ട്, സബ്സെ ബഡ ശുദ്ധ പാനി. എന്ത് സംഭവിക്കും? ബെൻസീൻ റിങ്ങിൽ N2Cl കംപ്ലീറ്റ് പോയിട്ട് പകരം അവിടെ OH കയറും. ആഹാ, ഫീനോള് കിട്ടും. ആഹാ, എന്ത് കിട്ടും പറ? ഫീനോള് കിട്ടും. ഫീനോൾ. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിലേക്ക് വെള്ളം ഒഴിച്ച് ചൂടാക്കുക. ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, ഒക്കെ ഒന്ന് തന്നെ. ഇനിയിപ്പോ ചിലപ്പോ നാളെ സ്റ്റീം എന്ന് കാണും. ആഹാ, ഒക്കെ ഒന്ന് തന്നെയാടാ, ഇതൊക്കെ ഒന്ന് തന്നെ. സ്റ്റീം എന്ന് പറഞ്ഞാലും ചൂടുള്ള വെള്ളം എന്നാണല്ലോ. വെള്ളം എന്ന് പറഞ്ഞാൽ H2O. ബെൻസീൻ റിങ്ങിലെ N2Cl കംപ്ലീറ്റ്ലി നോക്ക്ഡ് ഔട്ട്. ആൻഡ് ഏത് ഗ്രൂപ്പ് പണ്ടാറടങ്ങും പറ? OH ഗ്രൂപ്പ് പണ്ടാറടങ്ങും. കിട്ടുന്ന സാധനത്തിന് ഞങ്ങൾ ഫിനോൾ എന്ന് പേരും വിളിക്കും. പഠിച്ചോ? അടുത്ത റിയാക്ഷൻ നോക്കിക്കോ. ബെൻസീൻ റിങ്ങിലെ N2Cl, HbF4 മറക്കരുത്, NaNO2 മറക്കരുത്, Cu മറക്കരുത്, എല്ലാം പഠിച്ചു വെച്ചോ. HbF4ഉം NaNO2 Cu ഒക്കെ ഉപയോഗിച്ചാല് എന്ത് സംഭവിക്കും അറിയോ? ബെൻസീൻ റിങ്ങില് ഒരു NO2 കയറി മേയും. NO2, നമ്മൾ അതിനെ നൈട്രോബെൻസീൻ എന്ന് പേരും വിളിക്കും. പഠിച്ചോ? എന്ത് കിട്ടി? നൈട്രോബെൻസീന് കിട്ടി. കഴിഞ്ഞു. ഇതോടുകൂടെ എന്ത് കഴിഞ്ഞു? റീപ്ലേസ്മെന്റ് റിയാക്ഷൻ കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് 3 സ്ലൈഡുകളിലൂടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്തത് കപ്ലിംഗ് റിയാക്ഷൻ ആണ്. എഴുതിക്കേടാ. 2 പോയിന്റ് മറക്കാതിരിക്കാൻ ഞാൻ അവിടെ ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. കപ്ലിംഗ് റിയാക്ഷൻ എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഞാൻ പറയുന്ന ഡയലോഗ് എന്ന് എഴുതിക്കേടാ. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്, എഴുതിക്കോ. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് aromatic compound containing electron donating groups. Aromatic compound containing electron donating groups. ബ്രാക്കറ്റിൽ എക്സാമ്പിൾ ആര് പോലെ? ഫീനോൾ പോലെ, അല്ലെങ്കിൽ അനിലിൻ പോലെ. എക്സാമ്പിൾ ഫീനോൾ, അനിലിൻ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് to give azodis. അസോ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഡൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ടു ഗീവ് azodis. കോമ ഇട്ടിട്ട് എഴുതുക. ഇൻ ദിസ് റിയാക്ഷൻ N2 group is retained.
N2 ഗ്രൂപ്പ് ഈസ് റീറ്റൈൻഡ്. എന്താ റീറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നാണ് കേട്ടോ അർത്ഥം. N2 ഗ്രൂപ്പിനെ റീറ്റൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നു എന്നാണ് കേട്ടോ അർത്ഥം. നേരത്തെ N2 ഗ്രൂപ്പും CL ഒക്കെ പോയായിരുന്നല്ലോ, ഇവിടെ CL മാത്രമേ പോകുള്ളൂ, N2 ഗ്രൂപ്പ് അവിടെ തന്നെ ഉണ്ടാകും. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, ജനറലി റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് പാരാ പൊസിഷൻ. Generally, reaction takes place at para position. Generally, reaction takes place at para position. Video pause ചെയ്യുക, ഞാൻ ആ പറഞ്ഞ ഡയലോഗ് എഴുതിയെടുക്കുക. Generally, reaction takes place at para position. ഇതാ നോക്കിക്കോ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ് ഇവൻ. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയാൽ മതി. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, നേരത്തെ ഞാൻ പറഞ്ഞ ഡയലോഗ് ഒന്ന് വൃത്തിക്ക് വായിച്ചു നോക്കിക്കേ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് അരോമാറ്റിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, എക്സാമ്പിൾ ഫീനോൾ, അനിലിൻ എന്നൊക്കെ അല്ലേ നേരത്തെ എഴുതി വിട്ടത്. അപ്പൊ ഫീനോളുമായിട്ട് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്യും, അനിലിനുമായിട്ടും ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് കിട്ടും? അസോഡൈ കിട്ടും. പ്രൂഫ് ഉണ്ടോ? ദാ പ്രൂഫ്, ദാ റിയാക്ഷൻ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത്, ഇവന്റെ പേരെന്താ പറ? ഫിനോൾ. ഇവന്റെ പേരാണ് ഫിനോൾ. പ്രൊഡക്റ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. പ്രൊഡക്റ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എടാ, ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ടിട്ട് നീ ആൻസറിലേക്ക് തിരിച്ചു വാ കേട്ടോട്ടോ. ആൻസർ എഴുതുമ്പോൾ എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇതേ സാധനം ഒരു വട്ടം കൂടി ഞാൻ എഴുതുകയാണ്. എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെയും ഫീനോളിനെയും ഞാൻ ചെരിച്ച് കിടത്തുകയാണ്. നേരെ ഇങ്ങനെ നിന്നാൽ ആ റിയാക്ഷൻ നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. ചെരിഞ്ഞാണ് കടന്ന റിയാക്ഷൻ നടക്കാൻ എളുപ്പമുണ്ട്. ഇതാ കണ്ടോട്ടാ, N2Cl. എടാ, N2Cl ഞാൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോട്ടോ. N ഡബിൾ ബോണ്ട് N ട്രിപ്പിൾ ബോണ്ട് NCl. ഡബിൾ ബോണ്ട് അല്ല, ട്രിപ്പിൾ ബോണ്ട് NCl ആണ്. ഇതാണ് ശരിക്കും N2Cl ഉള്ളിലുള്ള കാഴ്ച. നമ്മൾ N2 എന്ന് പറഞ്ഞ അങ്ങനെ പോകുന്നല്ലാതെ ഉള്ളിക്ക് നോക്കിയിട്ടില്ലല്ലോ. ഉള്ളിക്ക് നോക്കിയാൽ N2 ഇടയിൽ നൈട്രജനും ഇടയിൽ എന്ത് കാണാം? ട്രിപ്പിൾ ബോണ്ട് കാണാം. പ്ലസ് കണ്ടോളനെ, ഫീനോൾ, ചെരിഞ്ഞു കിടക്കുന്ന ഫീനോൾ. ഫീനോൾ ഇതാ ചെരിഞ്ഞു കിടക്കാൻ പോവാണ്. ഇതാ ഫീനോൾ ചെരിഞ്ഞു കിടക്കുന്നു. ബെൻസീൻ റിംഗിൽ OH. പഠിച്ചോ? എടാ, ഈ ഫീനോളിന്റെ ഞാൻ ഈ വിരൽ വെക്കുന്നിടത്തൊക്കെ ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ പാരാ പൊസിഷനിലെ ഹൈഡ്രജനെ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. എന്തിന്? റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് പാരാ പൊസിഷൻ. ഇനി നിങ്ങൾക്ക് റിയാക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാം. ഭയങ്കര സിമ്പിൾ റിയാക്ഷനാ. ക്ലോറിനും H തമ്മിൽ കണ്ടാൽ അവരിങ്ങനെ മിണ്ടിയും പറഞ്ഞു അവിടെ തന്നെ നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. HCl ഔട്ടാകും, HCl പോകും. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ സാറേ? മേലൊക്കെ ഒരു ആരോ മാർക്കൊക്കെ പൊന്നു മോനെ, സ്ഥലം ഇല്ലാത്തത് നീ കാണുന്നില്ലടാ. നീ നേരം കിട്ട എഴുതിയാൽ മതി. -HCl പോയി. ബാക്കി എന്താ കിട്ടുക? ഇതാരാ പറ? ബെൻസീൻ റിംഗ്. നോയിക്കോട്ടോ, എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ബോണ്ട് ഇങ്ങനെ പൊട്ടിയില്ലേ? അപ്പൊ എന്ത് സംഭവിക്കും അറിയോ? ഈ നൈട്രജൻ, ആ നൈട്രജൻ പുറകിലേക്ക് ഉണ്ടാക്കിയിരുന്ന ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരു ബോണ്ട് എടുത്തിട്ട് ഇങ്ങോട്ട് ബോണ്ട് ഉണ്ടാക്കും. അതിൽ നിന്ന് ഒരു ബോണ്ട് എടുത്തിട്ട് നേരെ ഈ ബെൻസീൻ റിംഗുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ബെൻസീൻ റിംഗ് ഞാൻ വരയ്ക്കുകയാണെ. ഇതാ ഒരു ബെൻസീൻ റിംഗ്. കിട്ടുന്ന പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്, ബെൻസീൻ റിംഗ്. പിന്നെ ആരുണ്ട്? നൈട്രജൻ ഉണ്ട്, സിംഗിൾ ബോണ്ട് നൈട്രജൻ. ട്രിപ്പിൾ ബോണ്ട് എന്താകുന്ന ഞാൻ പറഞ്ഞ്? ഡബിൾ ബോണ്ടായി, ഡബിൾ ബോണ്ട്. പിന്നെ ആരുണ്ട്? ഒരു നൈട്രജൻ കൂടിയുണ്ട്. ആ നൈട്രജൻ ഇവിടെ ഉണ്ടായിരുന്ന ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആക്കി ബാക്കി കിട്ടിയ ഒരു വാലൻസി കൊണ്ട്, ഒരു ബോണ്ട് കൊണ്ട് അടുത്ത ബെൻസീൻ റിംഗിലേക്ക് ബോണ്ട് ഉണ്ടാക്കി. അടുത്ത ബെൻസീൻ റിംഗിലേക്ക് ബോണ്ട് ഉണ്ടാക്കി. ശരിയല്ലേ? അതിന്റെ ഈ പൊസിഷനിൽ ആരുണ്ട് പറ? ഒരു OH ഉണ്ട്. ഇതാണ് പ്രൊഡക്റ്റ്. കാണുമ്പോ ഇങ്ങനെ വലിയ പ്രൊഡക്റ്റാ, മുടുക്കൻ. ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാ നീയൊക്കെ സൂപ്പറാണെന്ന് ഈ മാർക്ക് ഇടുന്നവരിങ്ങനെ തെറ്റിദ്ധരിക്കും. അങ്ങനെ മാർക്ക് അങ്ങനെ കിട്ടും. അപ്പൊ ഇതൊക്കെ എഴുതാനും വരയ്ക്കാനും ഉള്ള ഒരു ബോധം ഉണ്ടായാൽ മതി. എടാ നോക്കിക്കേ, ഈ N ഡബിൾ ബോണ്ട് N എന്ന് പറയുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസോ കോമ്പൗണ്ട്. N ഡബിൾ ബോണ്ട് N എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഒരു ടീം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പേര് വിളിക്കും പറ? അസോ കോമ്പൗണ്ട് എന്ന് പേര് വിളിക്കും. പഠിച്ചോ? ആ അസോ കോമ്പൗണ്ടിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ബെൻസീൻ അല്ലേ? അപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് അസോ ബെൻസീൻ. എന്താ പേര്? അസോ ബെൻസീൻ. ആ അസോ ബെൻസീനിന്റെ പാരാ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിന്റെ പാരാ പൊസിഷനിൽ ഒരു OH ഇല്ലേ? അപ്പൊ ഇതിന്റെ പേരെന്താ അറിയോ? പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ. എന്താ പേര്? പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ എന്നാണ് ഇവന്റെ പേര്. പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ. ഞാൻ സത്യം പറയട്ടെ, ഈ പാരാ ഹൈഡ്രോക്സി അസോബെൻസീന് ഒരു കളർ ഉണ്ട്. എന്താ കളർ എന്നറിയോ? അതിന്റെ കളറ് ഓറഞ്ച് കളറാണ്. ആരടാ? ഓറഞ്ച് കളറാണ്. പാരാ ഹൈഡ്രോക്സി അസോബെൻസീനിന്റെ പേര് കളറ് ഓറഞ്ച് കളറാണ്.
ഓറഞ്ച് കളർ. ഓറഞ്ച് കളർ എന്ന് പറഞ്ഞാൽ കളറുള്ള ആൾക്കാരെയാണല്ലോ നമ്മൾ ഡൈ എന്ന് പേര് പറയുക. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ അസോ ഡൈസ് എന്ന് പേര് പറഞ്ഞത്. ഡൈ എന്ന് പറഞ്ഞാൽ കളർ ഉള്ളത്. അപ്പൊ ഇവിടെ കിട്ടിയ ആൾക്ക് എന്താ കളറ്? പാരാഹൈഡ്രോക്സി അസോബെൻസീന്റെ കളർ ഓറഞ്ച്. എടാ ഫീനോളുമായിട്ടുള്ള റിയാക്ഷൻ ഭയങ്കര സിമ്പിളാ. നിങ്ങൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എന്തോ പോത്താമ്പി അങ്ങനെ വിചാരിക്കല്ലടാ പ്ലീസ്. ഭയങ്കര സിമ്പിളാ. നീ ഒന്ന് മനസ്സിലാക്കി നോക്കിയേ എത്ര സിമ്പിളാണ്. ഇതേപോലെ അനിലുമായിട്ടൊരു റിയാക്ഷൻ ഉണ്ട്, അനിലിനുമായിട്ടുള്ള റിയാക്ഷൻ. ഇതോടെ ചാപ്റ്റർ തീരാൻ പോവാണ്. അനിലുമായിട്ടുള്ള റിയാക്ഷൻ കാണിക്കാൻ വേണ്ടി മൂസിൻ സാറിനെ ക്ഷണിക്കുന്നു. ഇതാ കണ്ടോട്ടോ, ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിൽ N2Cl, N ട്രിപ്പിൾ ബോണ്ട് NCl. ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞത്. പ്ലസ് അനിലിൻ ഉണ്ട്. അനിലിൻ എന്ന് പറഞ്ഞാൽ ഇവനാണല്ലോ ഇൻവൻ, NH2. പറഞ്ഞേടാ, ഇതിന്റെ എല്ലാ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയുണ്ട് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജനാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും തമ്മിൽ കണ്ടാൽ നോക്കി നിൽക്കൂല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവർക്കിടയിൽ നിന്നൊരു HCl റിമൂവ് ആകുന്ന കാഴ്ച നമുക്ക് കാണാം. പിന്നെ എന്ത് കിട്ടും? ഇവിടെ ബെൻസീൻ, ഇവിടെ N. അപ്പൊ ഞാൻ വരക്കുകയാണ്. ഇവിടെ ബെൻസീൻ, ഒരു ബെൻസീൻ വരച്ചു. N ട്രിപ്പിൾ ബോണ്ട് പൊട്ടി ഡബിൾ ബോണ്ട് ആകുമെന്നും അതിലെ ഒരു ബോണ്ടിനെ നേരെ ഈ ബെൻസീനിലേക്ക് കൊടുക്കുമെന്നൊക്കെ ഇതേ വലുപ്പത്തിൽ നേരത്തെ ഒരാൾ കഥ പറഞ്ഞില്ലടാ. ട്രിപ്പിൾ ബോണ്ട് പൊട്ടി ഡബിൾ ബോണ്ടായി N. ആ ബോണ്ട് നേരെ ബെൻസീനിലേക്ക് കൊടുത്തു. അടുത്ത ബെൻസീൻ പഠിച്ചോ? അടുത്ത ബെൻസീൻ, അതിലേക്ക് ഒരു OH അല്ല, ഇവിടെ ആരുണ്ട് പറ? NH2 ഗ്രൂപ്പ് ഉണ്ട്. ശരിയല്ലേ? അനിലിൻ ആയിരുന്നല്ലോ. അപ്പൊ ഇവിടെ എന്ത് ഗ്രൂപ്പ് ഉണ്ട് പറ? NH2 ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ മാറിത്തരാം. വൃത്തിക്ക് എഴുതിയെടുക്കുക. കളർഫുൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. വൃത്തിക്ക് എഴുതിയെടുക്കുക. നേരത്തെ ഇതേ കോമ്പൗണ്ട് കിട്ടിയപ്പോ പാരാഹൈഡ്രോക്സി അസോബെൻസീൻ എന്ന് പേര് വിളിച്ച നമുക്ക് ഇവന്റെ പേര് പാരാ അമിനോ. ശരിയല്ലടാ? പാരാ അമിനോ അസോബെൻസീൻ എന്ന് പേര് വിളിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല. പാരാ അമിനോ അസോബെൻസീൻ. കാര്യം ആ NH2 ഗ്രൂപ്പ് അവിടെ നിന്നാൽ മാറി വെച്ചാൽ ഇത് അസോബെൻസീൻ ആണ്. അസോബെൻസീനിന്റെ പാരാ പൊസിഷനിൽ NH2 വന്നാൽ പാരാ അമിനോ അസോബെൻസീൻ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, സാറേ ഇയാളുടെ ഡൈ അല്ലേ? അതെ. അപ്പൊ അയാൾക്ക് കളർ ഇല്ലേ? അതെ. എന്താ കളർ? യെല്ലോ. എന്താ കളർ? യെല്ലോ. പഠിച്ചേക്ക്, യെല്ലോ കളർ. കഴിഞ്ഞു. ചാപ്റ്റർ കുദാഹവ കഴിഞ്ഞു. NCERTയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പബ്ലിക് എക്സാമിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. പൊന്നുമോനെ ഒരു മിനിറ്റ്. ഇതുപോലെ ഓർഗാനിക് കെമിസ്ട്രിയുടെ എല്ലാ വീഡിയോസും +1ലും +2ലും വേണ്ടതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് നിർബന്ധമായിട്ട് കാണണേ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്നും നിങ്ങൾ എത്തിക്കണേ. എന്നിട്ട് ഓർഗാനിക് കെമിസ്ട്രിക്ക് നല്ല മാർക്ക് വാങ്ങണേ. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നോ, ഇല്ലെങ്കിൽ അതല്ല എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ ഈ വീഡിയോയുടെ താഴെ ഇതെല്ലാം പഠിച്ചതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് ഒന്ന് കമന്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും. നല്ലത് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകും, ഉറപ്പ്. മോശം പറഞ്ഞാൽ വിഷമമൊന്നും ഉണ്ടാവില്ല, ഇംപ്രൂവ് ചെയ്യും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നല്ലോണം പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം. നല്ല മാർക്ക് വാങ്ങിയിട്ട് ഇതേ സാധനങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഇങ്ങനെ വരുമ്പോ ഇതേ സാധനം ടപ്പ് 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി പിടിപ്പിക്കണം. സന്തോഷം ഞങ്ങളോട് അറിയിക്കണം. ബാക്കി പിന്നെ കാണാം. താങ്ക് യു.